ഹായ് ഫ്രണ്ട്സ്, ഈസി ബട്ടർസ്കോച്ച് കേക്ക് എങ്ങനെ നമുക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കിയെടുക്കാം അതിൻ്റെ എല്ലാ ടിപ്സും ഈ വീഡിയോയ്ക്കകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എൻഡ് വരെ കാണുക. ഡയറക്റ്റ് നമുക്കിനി റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം നമുക്ക് കേക്ക് ടീനൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അപ്പം ഓയിലിട്ട് നമുക്ക് നല്ലോണം ആദ്യം കേക്ക് ടീൻ ഗ്രീസ് ചെയ്തെടുക്കാം. ഇനിയും പാച്ച്മെൻറ്റ് പേപ്പർ മോഡ് വെച്ചിട്ട് നമുക്ക് ഈ കേക്ക് ടീനൊന്ന് സൈഡിൽ വെക്കാം. ബൗളെടുക്കാം. അതിനകത്ത് 3 മുട്ടയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ 3 മുട്ട യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. സോ നിങ്ങൾക്കിവിടെ കാണാം, നല്ലോണം പതിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ഷുഗർ ഇടുന്നത്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ 1 കപ്പ് ഷുഗർ ഇടുക. ഷുഗർ നമുക്ക് ബാച്ചസിലിടണം. ഇച്ചിരി ഇട്ടിട്ട് നമുക്ക് പിന്നെയും അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ഷുഗർ ബാച്ചസിലിടുന്നത്. നമുക്കിവിടെ കാണാം മുട്ട നല്ലോണം ബീറ്റ്. ഇപ്പം ഓൾമോസ്റ്റ് 1 കപ്പ് ഷുഗർ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് ഷുഗർ മോഡ് ഇടാൻ പോവുക. ആ 1/2 കപ്പ് മോഡ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിത് പിന്നെയും നല്ലോണം ഒന്ന് ബീറ്റാക്കി എടുക്കാം. സോ ഓവറോൾ ഞാനിവിടെ 1.5 കപ്പ് ഷുഗർ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നല്ലോണം. സോ ഇവിടെ എഗ്ഗും ഷുഗറും നല്ലോണം ബീറ്റായി വന്നിട്ടുണ്ട്. സോ അടുത്തതായിട്ട് ഓയിൽ 1/3 കപ്പ് ഇടുക. അതായത് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ്, സോ നമ്മളുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് അതിനുവേണ്ടി സെപ്പറേറ്റ് ബൗൾ എടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് ഈ ബൗളിനകത്ത് തന്നെ മിക്സാക്കി എടുക്കാവുന്നതാണ്. സോ ഇനി നമുക്കൊരു സ്ട്രെയിനർ യൂസ് ചെയ്യാം. നമുക്ക് ഈ സ്ട്രെയിനറിൽ ഇനി 2 കപ്പ് മൈദമാവാണ് ഞാൻ എടുക്കുന്നത്. വൺ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, നമുക്കൊരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം സീവാക്കി എടുക്കണം. നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് സീവ് ചെയ്തെടുക്കാം. ഫ്ലാറ്റ് സ്പാറ്റുല വെച്ചാണ് നമുക്കിത് മിക്സാക്കി എടുക്കേണ്ടത്. നമ്മൾ ഏത് ഡയറക്ഷനിലാണ് ഇത് മിക്സ് ചെയ്യുന്നത് ആ സെയിം ഡയറക്ഷനിലായിരിക്കണം നമുക്ക് കംപ്ലീറ്റ്ലി ഇത് മിക്സ് ചെയ്യുന്നത്. പിന്നെ ഇത് ഓവർ മിക്സ് ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ലൈറ്റ് ഹാൻഡഡ് ഇതൊന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി. ഇനി സൈഡ് ബൈ സൈഡ് നമുക്ക് ചൂടുവെള്ളം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. കേക്കിൻ്റെ ഒരു പ്രോപ്പർ കൺസിസ്റ്റൻസി വരാനായിട്ട് നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇഫ് ചൂടുവെള്ളം അല്ലെങ്കിൽ ചൂട് പാൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിക്കാവുന്നതാണ്. കേക്കിൻ്റെ ഒരു പ്രോപ്പർ കൺസിസ്റ്റൻസി ഉണ്ട്, എന്നാലും നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് കേക്ക് വരത്തുള്ളൂ. ഇപ്പം ഓൾമോസ്റ്റ് നല്ലോണം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, നമുക്ക് അതുകൊണ്ട് എസ് എഴുതാം. സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ നമുക്ക് നമ്മളുടെ കേക്ക് ടീൻ എടുത്തിട്ട് ഇനിയും ഈ ബാറ്റർ ഈ കേക്ക് ടീനിലോട്ട് പോച്ച് കൊടുക്കാം. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ മാറാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഓവൻ 180 ഡിഗ്രി സെൽഷ്യസ് ആദ്യം പ്രീ ഹീറ്റ് ചെയ്യണം. പിന്നെ 40 മിനിറ്റ് ബേക്ക് ചെയ്യണം. ഇനി കേക്ക് ബേക്കായി വരുമ്പോഴത്തേക്കും നമുക്കൊരു പാനിൽ 1 കപ്പ് ഷുഗർ എടുക്കാം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇട്ട് ഇത് കാരമലൈസ് ചെയ്തെടുക്കണം. ഈ കാരമലൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിം ആയിരിക്കണം. സോ നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇപ്പം കാണാം നല്ലോണം ഇത് തെളിച്ച് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇപ്പോൾ എൻ്റെ കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. സോ ഇത് നമുക്ക് കണ്ടിന്യൂസ്ലി ഒന്ന് സ്റ്റിർ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബേൺ ആവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് കാരമലൈസ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് 2 ക്യൂബ്സ് ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ബട്ടർ ഒന്ന് നല്ലോണം ഒന്ന് സ്റ്റിർ ചെയ്തെടുക്കണം, അത് മെൽറ്റ് ആവും വരെ.
അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് നല്ലോണം ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ചിലപ്പം ഷുഗർ കട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. സാരമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആവുന്ന വരെ ഇത് സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കണം. നല്ലൊരു റണ്ണിങ് കൺസിസ്റ്റൻസി വേണം. ഇച്ചിരി ക്രീമിയും ഇച്ചിരി റണ്ണിങ് കൺസിസ്റ്റൻസി. എന്നിട്ട് ഇപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് ഷുഗറെല്ലാം മെൽട്ടായി നല്ല കാരമലൈസ് ബട്ടർസ്കോച്ച് കാരമലായിട്ട് വന്നിട്ടുണ്ട്. സോ നമുക്ക് മാറ്റി വെക്കാം തണുക്കാനായിട്ട്. ആ സമയം കൊണ്ട് എൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇവിടെ. സോ കേക്കിൻ്റെ കറക്റ്റ് ഭാഗം എന്ന് വെച്ചാൽ നമ്മളൊരു ഫോക്കോ പിന്നോ വെച്ച് പോക്ക് ചെയ്ത് നോക്കുമ്പം അത് ക്ലിയർ ആയിട്ട് വരണം. അതിനകത്ത് നമ്മളുടെ കേക്ക് ഒന്നും ഒട്ടിപ്പിടിക്കാൻ പാടില്ല. സോ എൻ്റെ കേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി അൺമോൾഡ് ചെയ്തെടുക്കാം. കേക്ക് എപ്പോഴും അൺമോൾഡ് ചെയ്യുമ്പം നല്ലോണം തണുത്തിട്ട് ചെയ്യാവുള്ളൂ. എന്നാലേ നമുക്ക് പ്രോപ്പർലി കേക്ക് ടിന്നിന് മാറി വരത്തുള്ളൂ. സോ ഇവിടെ നല്ല സോഫ്റ്റായ ഒരു വനീല കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് നല്ല രുചികരമായ ഒരു കേക്കാണ്. സോ നമുക്കിനി ക്രീമിങ്ങിലോട്ട് പോവാം. ആദ്യമായിട്ട് ഞാൻ ഈ കേക്ക് ഒരു 3 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്കിവിടെ കാണാം, ഫസ്റ്റ് ലെയർ കഴിച്ച് 3rd ലെയർ. സോ നമുക്ക് 3 ലെയേഴ്സായിട്ട് കേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്കൊരു ബൗളിൽ വിപ്പിംഗ് ക്രീമാണ് എടുക്കേണ്ടത്. ഇവിടെ ഞാൻ എടുക്കുന്ന ട്രോപ്പിലൈറ്റിൻ്റെ വിപ്പിംഗ് ക്രീം. ഇത് വെച്ച് നമ്മൾ ക്രീം ഉണ്ടാക്കുമ്പോൾ നല്ല ക്രീമും നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീം നമുക്ക് കിട്ടും. ഇത് ഓൾമോസ്റ്റ് ഞാൻ 500 ml ഇപ്പം ഇവിടെ എടുക്കുന്നുണ്ട്. ഈ കേക്കിന് എനിക്ക് 500 ml ക്രീം വേണം. നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് ക്രീം എടുക്കാവുന്നതാണ്. സോ ഈ ക്രീം ഓൾറെഡി സ്വീറ്റ്, അത് നമുക്ക് ഷുഗറിന് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് ബീറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ കൂടെ ഞാൻ കാരമൽ എസൻസ് ഇടുന്നുണ്ട്. ഓൾമോസ്റ്റ് 1 ടീസ്പൂൺ കാരമൽ എസൻസ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ക്രീം നല്ലോണം ബീറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കാം. നിങ്ങൾക്ക് കാണാം ഇത് ഇച്ചിരിയായിട്ട് ബെൻഡ് ആവുന്നുണ്ട്. നമ്മൾ ക്രീം ബെൻഡ് ആവുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ കറക്റ്റ് കൺസിസ്റ്റൻസി വന്നിട്ടില്ല. ക്രീം നല്ല സ്റ്റിഫായിരിക്കണം, എന്നാലേ നമുക്ക് നല്ല ക്രീമിങ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. സോ നിങ്ങൾക്കിപ്പം കാണാം എൻ്റെ ക്രീം നല്ല സ്റ്റിഫായിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി.
സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും എനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരത്തുള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.